ഹലോ, എല്ലാവർക്കും പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ട സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റുള്ള ഒരു നല്ല ഡിഷാണിത്. സാധാരണ ഇത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് നല്ലൊരു കോമ്പിനേഷൻ. നല്ല മൊരിഞ്ഞ ചൂടപ്പത്തിൻ്റെ കൂടെ ഈ സ്റ്റൂ വെച്ച് കഴിക്കുകയാണെങ്കിൽ ഒരു 3 അപ്പം കഴിക്കുന്നവർ ഒരു 6 അപ്പം തീർച്ചയായിട്ടും കഴിച്ചു പോകും. അങ്ങനത്തെ ഒരു നല്ല ഡിഷാണ്. ഞാനൊരു 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. 3 മുട്ട തന്നെ വേണം എന്നല്ല പറഞ്ഞത്. എന്താ പറയുക, നമ്മുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അത്രയും മുട്ട. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം മൂന്ന് പേരേ ഉള്ളൂ. അതുകൊണ്ട് 3 മുട്ട പുഴുങ്ങി വെച്ചു. ഒരു 2 സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല തിന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അരിഞ്ഞതിന് ശേഷം ഞാനത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉതിർത്തിട്ട് കൊടുക്കുന്നു. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളകും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഒന്ന് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കുഞ്ഞ് തേങ്ങയുടെ ഒരു അരമുറി തേങ്ങയുടെ പാല് ഒരുപാട് വെള്ളം ചേർക്കാതെ കട്ടിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരല്പം പെപ്പർ പൊടിയും കൂടെയാണ് നമുക്ക് വേണ്ടത്. ഇപ്പം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആ സവാള അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു 2-3 ഇളക്കി എടുക്കാവുള്ളൂ. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനകമൊന്നും വലുതായിട്ട് വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. അകമൊക്കെ റോ ആയിട്ട് തന്നെ ഇരുന്നാൽ മതി. പുറം മാത്രം ഒരല്പം വേവുന്നത് പോലെ ഒരു 2-3 ഇളക്കി എടുത്തതിന് ശേഷം ഈ പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങുണ്ടല്ലോ, നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്ത് ഒരു 2 ഇളക്കിയതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി പോകരുത് കേട്ടോ. നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് തിളയ്ക്കാനുള്ള അളവിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അത് ഒരു മിനിറ്റിന് ശേഷം പാകത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഒരു 4 പച്ചമുളക് അതിലിട്ടിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് തിളച്ചതിന് ശേഷം അടുപ്പ് നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ആ മുട്ടകളൊക്കെ ഒന്ന് പറക്കി വെച്ച് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഞാനത് അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് സെർവിങ് ബൗളിലോട്ട് മാറ്റിയതിന് ശേഷമാണ് ആ മുട്ടകൾ പറക്കി ഇട്ട് കൊടുത്തത്. കറിവേപ്പില ഊരി ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്കിതിൽ ഒന്ന് കടുക് താളിച്ചൊഴിച്ച് കൊടുക്കാം. പക്ഷേ കടുക് താളിച്ചൊഴിക്കുമ്പോഴത്തേക്ക് ആ എണ്ണയുടെയൊക്കെ കളറ് കാരണം നമ്മുടെ സ്റ്റൂവിൻ്റെ ഈ വെള്ള കളർ മിസ്സായിപ്പോവും. പിന്നെ വേണമെങ്കിൽ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് രണ്ടും ചെയ്യാറില്ല. രണ്ടും ചെയ്യാതിരിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് എന്നാണ് എല്ലാവരും പറഞ്ഞത്. പിന്നെ ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് ഒരു അല്പം വലിയ ഗ്ലാസ്സിൽ ഒരു 2 ഗ്ലാസ് അരി, ഒരു കുഞ്ഞ് തേങ്ങയുടെ ഒരു അരമുറി തേങ്ങയും ആ തേങ്ങയുടെ വെള്ളവും ഒരു 2 തവി ചോറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് രാത്രി ഒരു 8 മണിയായപ്പോൾ ഞാനത് അപ്പം ചുട്ടെടുത്തു. നല്ല പഞ്ഞു പോലത്തെ നല്ല സോഫ്റ്റായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള നല്ല അപ്പമാണ് എനിക്ക് കിട്ടിയത്. അതാണ് ഈ സ്റ്റൂവിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ. അപ്പോൾ ഇതൊരു വളരെ ടേസ്റ്റുള്ളൊരു ഡിഷാണ്. ചക്കര ഇവിടെ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ അവന് ടേസ്റ്റ് നോക്കി പറഞ്ഞേനായിരുന്നു. അവൻ UK അവൻ്റെ പാരൻസിൻ്റെ അടുത്തോട്ട് പറന്നു പോയി. അപ്പം നിങ്ങളിത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഹാവ് എ ഗുഡ് ഡേ.